നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, തംബ്നെയിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്ഷൻ എഴുതാനും, അതായത് ടൈറ്റിൽ എഴുതാനും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എഴുതാനും എങ്ങനെയാണ് കറക്റ്റായി പഠിച്ചാൽ മാത്രം നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ വൈറലാവുള്ളൂ. സോ എങ്ങനെയാണ് കറക്റ്റായിട്ട് രീതിയിലൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തംബ്നെയിൽ ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ഷൻ എഴുതുമ്പോൾ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഏത് തരത്തിലാണ് നമുക്കിപ്പോൾ മലയാളത്തിൽ എഴുതിയാലാണോ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുക, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയാലാണോ വ്യൂസ് കിട്ടുക എന്നൊക്കെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഒരുപാട് പേര് യൂട്യൂബ് മേഖലയിൽ കടന്നു വരുന്നുണ്ട്. സോ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം കറക്റ്റായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. സോ എങ്ങനെയാണ് നോക്കാം. നിങ്ങൾ അതിനെ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ക്രോമൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി നഷ്ടപ്പെടാതൊക്കെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ മെയിൻലി നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടില്ല. സോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന്. നിങ്ങൾ ആദ്യം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വീഡിയോസ് അതുപോലെ ഷോർട്ട് ലൈവ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ചൂസ് ചെയ്യുക. ആ വീഡിയോ ചൂസ് ചെയ്ത ശേഷം നിങ്ങൾ താഴെ കാണുന്ന നെക്സ്റ്റ് ഒന്ന് ആദ്യം തന്നെ പ്ലേ ചെയ്ത് നോക്കട്ടെ, മുഴുവനായിട്ട് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ മുഴുവൻ പ്ലേ ചെയ്ത ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ക്രിയേറ്റ് ടൈറ്റിൽ നിന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ്ലി നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടുതൽ നിങ്ങൾ ഇംഗ്ലീഷ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മലയാളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എടുക്കും, അത് വ്യൂസ് കിട്ടാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നല്ലോണം വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മലയാളം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേരള എന്നുള്ള ലൊക്കേഷൻ നമ്മൾ ലാംഗ്വേജ് വൈസ് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈറ്റിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഈ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് നല്ല നല്ല കീവേഡ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതുതരം വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു കറക്റ്റായിട്ടുള്ള അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആ ഒരു വീഡിയോയിലെ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് അനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു 4-5 ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന 3 ഹാഷ്ടാഗ്സ് ആണ്. സോ നിങ്ങളുടെ കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ്, അതുപോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ആയ ഹാഷ്ടാഗ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഈ ഒരു 3 ഞാൻ എല്ലാ വീഡിയോസിലും ഏകദേശം കൊടുക്കുന്ന ഹാഷ്ടാഗ്സ്. സോ അതുപോലെ 3 ഹാഷ്ടാഗ് 3-5 ഹാഷ്ടാഗ്സ് കൊടുക്കുക. കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ശേഷം താഴെ കാണുന്ന വിസിബിലിറ്റി എന്ന ഓപ്ഷൻ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ ഒരുപാട് ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട, അതായത് ടാക്സ് കൊടുക്കാണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അൺലിസ്റ്റഡ് ആക്കി വെച്ച ശേഷം നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അത് ലോഗിൻ ചെയ്ത ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് ഒക്കെ ആഡ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു അൺലിസ്റ്റഡ് നമ്മൾ പബ്ലിക് ആക്കി കൊടുത്താൽ മതി. അതുവരെ അൺലിസ്റ്റഡ് ആക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൊക്കേഷൻ മാക്സിമം നിങ്ങൾ ഏത് ലൊക്കേഷനാണ്, ഇപ്പോൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴെ ആൾട്ടേർഡ് കണ്ടന്റ് എന്നാണ്, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു അഡീഷണൽ കണ്ടന്റ് ആഡ് ചെയ്തോ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോ എന്ന് കൊടുക്കുക. ഇതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് വന്നുള്ള ഓപ്ഷൻസ് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ്സ് ഓൺ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ ഒരു യൂട്യൂബിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദിസ് വീഡിയോ ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ്, അതായത് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. സോ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ എടുക്കുക. കാരണം അത് അൺലിസ്റ്റഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പബ്ലിഷ് ചെയ്യണം. സോ അതിനായി വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിൽ ഇപ്പോൾ നിങ്ങൾ ഈ വൈറ്റി സ്റ്റുഡിയോ എടുത്ത ശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് ആ ഒരു വീഡിയോ ചൂസ് ചെയ്യുക. അതിനുശേഷം മേലെ കാണുന്ന ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടോ, അതായത് റെസ്ട്രിക്ഷൻസ് ചെക്കിംഗ് ഫോർ 10 മിനിറ്റ്സ് ഉണ്ട്. അതായത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് കാണിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് ശേഷം മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് ആ മേലെ കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസ് ഉള്ളത് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൊടുക്കണം. അതുപോലെ തന്നെ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആണ്. അതിന് താഴെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കീവേഡ് റിലേറ്റഡ് ടാഗ്സ് കൊടുക്കുക. അപ്പോൾ അത് മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ വേറെ എഡിറ്റ് ചെയ്യേണ്ടതും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്കത് റിലേറ്റഡ് ആയിട്ടുള്ള 10-15 ടാഗ്സ് കൊടുക്കാൻ ശ്രമിക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ ആഡ് ചെയ്യാം. മേലെ കാണുന്ന പെൻസിൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക്
ഓൾറെഡി ഇവിടെ ഒരു തമ്മിൽ കാണിക്കും, അല്ലെങ്കിൽ കസ്റ്റം തമ്മിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകും. ആ ഗാലറി പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച തമ്മിൽ ഇതിൽ ആഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗാലറി പോയി അതിനുശേഷം മേലേക്കാണ് ഡൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ തമ്മിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു വിസിബിലിറ്റി എന്നുള്ളതിൽ ജസ്റ്റ് അൺലിസ്റ്റഡ് എന്നാണ് ഇപ്പോൾ ഉള്ളത്. അത് നേരെ പബ്ലിക് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്ന ശേഷം സേവ് എന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ആവും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള തമ്മിൽ ആഡ് ചെയ്ത ശേഷം ഈ ഒരു വിസിബിലിറ്റി ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ടാക്സ് ഒക്കെ ആഡ് ചെയ്ത ശേഷം വിസിബിലിറ്റി ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക് ആക്കുക. അതിനുശേഷം ബാക്ക് വന്ന് മേലെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആവും. സോ ഇതുപോലെ കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.